ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് അഞ്ചാമത്തെ പാർട്ടാണ് സഫാരി ഡെക്കോർ പ്ലാറ്റ്ഫോം വർക്കിൻ്റെ. അപ്പോൾ ഇതിൽ സീറ്റിൻ്റെ അടിയിലത്തെ ആ ഷീറ്റിൽ അവൻ മാർക്ക് ചെയ്യുന്നത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ അതിൽ ഹോൾസ് ഇട്ടിട്ട് അതിൽ നമ്മുടെ TVSൻ്റെ നട്ട് ബോൾട്ട് ഉണ്ടല്ലോ, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ച അതിലെ നട്ട് ഇതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് സീറ്റ് കറക്റ്റ് അതിനകത്തേക്ക് നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡിക്കിയിലെ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ടെയിൽ ലൈറ്റ് ഊരി കൊടുക്കുന്ന പരിപാടിയിലാണ്. ടെയിൽ ലൈറ്റിന് 5 നട്ടാണ് വരുന്നത്. ഇത് അഴിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒന്നുകിൽ സാധാ 10ൻ്റെ സ്പാനർ വെച്ച് നിങ്ങൾക്ക് അഴിച്ചെടുക്കാം, കുറച്ച് ടാസ്ക്കാണ്. അല്ലെങ്കിൽ സ്പാനർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സ്പാനർ ഇട്ടിട്ട് അഴിക്കാൻ വേണ്ട ഹോൾസ് ഇതിൽ ഷെല്ലിൽ തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെയിൽ ലൈറ്റും അതിൻ്റെ എല്ലാ വയർ കണക്ഷനും കൂടെ ഒറ്റ പ്ലഗിലേക്ക് പോകുന്നുണ്ട്. ആ പ്ലഗ് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെയിൽ ലൈറ്റ് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ടെയിൽ ലൈറ്റ് ഊരി കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഹോൾ വെൽഡ് ചെയ്യാനാണ്. ടെയിൽ ലൈറ്റും അതുപോലത്തെ പാനലൊക്കെ ഊരണം, ഒരു റിഫ്ലക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഊരി. ഇപ്പം സൈന്യത്തിൽ വെൽഡ് ചെയ്യുന്നത് നമ്മൾ സീറ്റിനടിയിലത്തെ ആ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നട്ട് ഓൾറെഡി അവൻ അതിൽ വെൽഡ് ചെയ്തു. പിന്നെ ഡിക്കിയിൽ ഈ ടോപ്പിലത്തെ പാനൽ ഞാൻ ഊരി നോക്കി. സാധാരണ സഫാരിയിൽ തുരുമ്പ് കണ്ടുവരാറുള്ള ഒരു ഏരിയ ആണിത്. പക്ഷേ ഇതിൽ ഒരു തുരുമ്പ് ഇവിടെ കാണുന്നില്ല. പിന്നെ സെൻറ്റർ ഓഫ് സീറ്റ് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ലോക്കാണ്. സെൻറ്റർ ഓഫ് സീറ്റ് ഫോൾഡ് ചെയ്ത് നേരെ ടൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ വെൽഡിങ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, തുരുമ്പുണ്ട്. അപ്പോൾ അത് അവനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടും തിരിച്ചവിടെ തന്നെ ഘടിപ്പിക്കുന്നു. ഇത് ക്ലിപ്പുകളാണ്. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചാൽ പൊട്ടിപ്പോവില്ല. ഓൾറെഡി ഇതിന് ലൂസ് കണക്ഷനും ചില ക്ലിപ്പൊക്കെ പോയതുകൊണ്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രൂ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനത് അഴിച്ചെടുത്തത് കേട്ടോ. ഇപ്പോൾ അവൻ ആ പ്ലാറ്റ്ഫോം അവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞ് നട്ട് ഓൾറെഡി അവനതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ മൊത്തം ഗ്രൈൻഡ് ചെയ്യുക, പ്രൈമർ അടിക്കുക. അപ്പോൾ അതിനാണ് ഈ വെൽഡ് ചെയ്തിട്ടുള്ള ഈ മുകളിൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അവന് ഫ്ലാറ്റൻ ചെയ്യുന്നതാണ്. ഈ പ്ലാറ്റ്ഫോം വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർ ബോഡി കോട്ടിങ്ങും അതുപോലെ ഇൻറ്റീരിയറിൽ ഒരുപക്ഷെ അപ്രോക്സി കോട്ടിങ്ങൊക്കെ അടിക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മൾ ഡീസൽ ക്യാപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് അതിൽ തുരുമ്പിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കാണുന്നുണ്ട്. ഇതൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വെൽഡിങ് ചെയ്യാനുണ്ട്. കൂടെ നമ്മൾ ടെയിൽ ലൈറ്റും റിഫ്ലക്ടറും ഞാൻ സൂക്ഷിച്ച് വെച്ചു. ഈ റിഫ്ലക്ടർ വളരെ റെയറായിട്ട് കാണുന്നൊരു സാധനമാണ്. TCACയുടെ ഒരു പാർട്ടാണിത്. ലൂമാക്സ് 1588 ആണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെ ബോൾട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്ലേസിൽ ഘടിപ്പിച്ചിട്ട് മെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് ഇവൻ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്, ബൈ ബൈ.